അർജന്റീനയോ ഇംഗ്ലണ്ടോ? ലോകകപ്പിന്റെ ചരിത്രത്തിൽ വീണ്ടും തീപാറാൻ പോകുന്ന പോരാട്ടം. ഫുട്ബോൾ ലോകം വീണ്ടും കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുകയാണ്. ഒരു വശത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന, മറുവശത്ത് വർഷങ്ങളായുള്ള കിരീട കാത്തിരിപ്പിന് വിരാമമിടാനിറങ്ങുന്ന ഇംഗ്ലണ്ട്. ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഈ രണ്ട് കരുത്തന്മാർ വീണ്ടും നേർക്കുനേർ വരുമ്പോൾ ഒരു ചോദ്യം മാത്രമാണ് ആരാധകരുടെ മനസ്സിൽ: ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കുക ആരാകും? ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ വൈരങ്ങളിലൊന്നാണ് അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം. ഇത് വെറും 90 മിനിറ്റിന്റെ കളിയല്ല. ചരിത്രവും പ്രതികാരവും അഭിമാനവും വികാരങ്ങളും ഒരുമിച്ച് ഏറ്റുമുട്ടുന്ന യുദ്ധമാണ്. I got you and you got me, girl. That'll never change. That'll never change. We should ride a bike round Amsterdam. Feel the breeze taking the sights. Hand in hand through the streets of Paris. 1986 ലോകകപ്പിൽ ദിയേഗോ മറഡോണയുടെ ഹാൻഡ് ഓഫ് ഗോഡ് ഗോൾ മുതൽ ഗോൾ ഓഫ് ദി സെഞ്ചുറി വരെ ലോകം ഇന്നും മറക്കാത്ത നിമിഷങ്ങളാണത്. ആ ദിവസം ഇംഗ്ലണ്ടിന്റെ ഹൃദയം തകർന്നു. എന്നാൽ അർജന്റീനയുടെ ഫുട്ബോൾ ചരിത്രം സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ടു. അതിനു മുൻപ് 1966 ലോകകപ്പിൽ ഇംഗ്ലണ്ട് അർജന്റീനയെ തോൽപ്പിച്ചിരുന്നു. തുടർന്ന് 1998 ഡേവിഡ് ബെക്കാമിന്റെ റെഡ് കാർഡും ഇംഗ്ലണ്ടിന്റെ പെനാൽറ്റി പരാജയവും. 2002 ഇംഗ്ലണ്ട് പ്രതികാരം ചെയ്തു. 2005 2009 സൗഹൃദ മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. ഇരു ടീമുകളും ഔദ്യോഗികവും സൗഹൃദവുമായ മത്സരങ്ങൾ ചേർത്ത് ഏകദേശം 15 തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അർജന്റീനയുടെ വിജയങ്ങൾ 4, ഇംഗ്ലണ്ടിന്റെ വിജയങ്ങൾ 6, സമനില 5. അതായത് ഹെഡ് ടു ഹെഡിൽ ചെറിയ മുൻതൂക്കം ഇംഗ്ലണ്ടിനാണ്. പക്ഷേ ലോകകപ്പിലെ ഓർമ്മകളിൽ അർജന്റീനയുടെ ജയങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇനി ഈ സെമിഫൈനലിലേക്ക് വരാം. All day with your feet up, don't matter where we go, always stays the same. I got you and you got me, girl. That'll never change. That'll never change. That'll never change. That'll never change. അർജന്റീനയുടെ ശക്തി എന്താണ്? അർജന്റീനയുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ ആക്രമണ ഫുട്ബോളാണ്. പന്ത് കൈവശം വെച്ച് കളി നിയന്ത്രിക്കാനും ചെറിയ പാസുകളിലൂടെ പ്രതിരോധം തകർക്കാനും അവർക്ക് കഴിയും. ടീമിന്റെ ആത്മവിശ്വാസവും വിജയശീലവും വലിയ പ്ലസ്സാണ്. നിർണായക മത്സരങ്ങളിൽ സമ്മർദ്ദം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അർജന്റീന പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. മിഡ്ഫീൽഡിന്റെ നിയന്ത്രണവും വേഗതയേറിയ കൗണ്ടർ അറ്റാക്കുകളും ഇംഗ്ലണ്ടിന് വലിയ വെല്ലുവിളിയാണ്. അർജന്റീനയുടെ പോരായ്മകൾ: ഫുൾബാക്കുകൾ മുന്നിലേക്ക് കയറുമ്പോൾ പിന്നിൽ സ്പേസ് നൽകാറുണ്ട്. അതിവേഗ വിങ്ങർമാരുള്ള ടീമുകൾക്കെതിരെ അത് അപകടമാകും. ചിലപ്പോൾ സെറ്റ് പീസുകളിൽ പ്രതിരോധം അല്പം ദുർബലമാകുന്നതും ആശങ്കയാണ്. But the credits never roll, they gon' crop you out the frame if you ever lose control. Talk truth, they call it hate, but the fake love louder than an 8. Every scar got a sermon in it, every L got a learning in it. I ain't perfect, I just pin it how I lived it. If the game rigged, then I still pivot. Mirror on the wall, tell me. ഇംഗ്ലണ്ടിന്റെ ശക്തി: ഇംഗ്ലണ്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും ബാലൻസ്ഡ് ടീമുകളിലൊന്നാണ്. കരുത്തുറ്റ പ്രതിരോധം, വേഗമേറിയ വിങ്ങുകൾ, മികച്ച സെറ്റ് പീസ്, ശക്തമായ ബെഞ്ച്, ഇവയാണ് അവരുടെ പ്രധാന ആയുധങ്ങൾ.
കൗണ്ടർ അറ്റാക്കിൽ ഇംഗ്ലണ്ട് അതിവേഗമാണ്. എതിരാളിയുടെ ഒരു ചെറിയ പിഴവ് പോലും അവർ ഗോളാക്കി മാറ്റാൻ കഴിവുള്ളവരാണ്. They want captions, not scriptures. They want clout, not pictures. They want pain and a filter, so I bleed through the pics like scriptures. You can't cancel what's already broken. You can't mute what's been. ഇംഗ്ലണ്ടിന്റെ പോരായ്മകൾ. വലിയ മത്സരങ്ങളിൽ സമ്മർദ്ദം ചിലപ്പോൾ ഇംഗ്ലണ്ടിനെ ബാധിക്കാറുണ്ട്. പന്ത് കൂടുതൽ നേരം എതിരാളിയുടെ കൈവശമാകുമ്പോൾ അവരുടെ പ്രതിരോധം സമ്മർദ്ദത്തിലാകാറുണ്ട്. ചില അവസരങ്ങളിൽ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടും ഫിനിഷിംഗ് അത്ര മികച്ചതാകാറില്ല. Still alright when the pain comes. I don't flex, I reflect, I don't fear, I dissect, yeah. Every verse got a little confession, like every scar, just a deeper question. Mirror on the wall, tell me who gon' rise and fall. I've been running from my flaws, still I'm standing 10 feet tall. Mirror, don't you lie, I can see it in my eyes. Truth gon' surface every time, even when no mirror on the wall. Tell me who gon' rise and fall. I've been running from my flaws, still I'm standing 10 feet tall. ഈ മത്സരത്തിന്റെ നിർണായക പോരാട്ടം മിഡ്ഫീൽഡിലാണ്. ഈ കളിയുടെ വിധി എഴുതപ്പെടാൻ സാധ്യത. ആരാണ് പന്ത് കൂടുതൽ സമയം കൈവശം വെക്കുന്നത്? ആരാണ് അവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുന്നത്? ആരാണ് സമ്മർദ്ദം കുറച്ച് പിഴവുകൾ വരുത്തുന്നത്? അവരായിരിക്കും വിജയത്തിനരികിലെത്തുക. ഇരു ടീമുകൾക്കും ലോകോത്തര താരങ്ങളുണ്ട്. ഒരു നിമിഷത്തെ മാജിക്, ഒരു ഫ്രീ കിക്ക്, ഒരു കോർണർ അല്ലെങ്കിൽ ഒരു പെനാൽറ്റി മത്സരത്തിന്റെ കഥ മുഴുവൻ മാറ്റിമറിച്ചേക്കാം. Ain't no place gonna hold me when the road keeps rolling on. അപ്പോൾ ആരാണ് ഫേവറിറ്റ്? പേപ്പർ നോക്കിയാൽ ഇരു ടീമുകളും ഏകദേശം തുല്യശക്തരാണ്. അർജന്റീനയുടെ സാങ്കേതിക മികവും ആത്മവിശ്വാസവും ഒരു വശത്ത്, ഇംഗ്ലണ്ടിന്റെ ഫിസിക്കൽ ഗെയിമും പ്രതിരോധ കരുത്തും മറുവശത്ത്. അതുകൊണ്ട് തന്നെ ഈ മത്സരം 90 മിനിറ്റിൽ തീരാതിരിക്കാനും സാധ്യതയുണ്ട്. എക്സ്ട്രാ ടൈമിലേക്കോ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കോ ഈ സെമിഫൈനൽ നീളാൻ എല്ലാ സാധ്യതയുമുണ്ട്. എന്റെ പ്രവചനം ഫുട്ബോളിലൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ നിലവിലെ പ്രകടനവും വലിയ മത്സരങ്ങളിലെ പരിചയവും കണക്കിലെടുക്കുമ്പോൾ അർജന്റീനയ്ക്ക് ചെറിയ മുൻതൂക്കം ഞാൻ നൽകും. എന്നിരുന്നാലും ഇംഗ്ലണ്ടിനെ ഒരിക്കലും വില കുറച്ച് കാണാൻ കഴിയില്ല. അവർക്കൊരു അവസരം കിട്ടിയാൽ മത്സരം പൂർണ്ണമായി തിരിച്ചു പിടിക്കാൻ കഴിയും. അവസാനം ജയിക്കുക ഒരു ടീം മാത്രമാകും. പക്ഷെ ലോകം ഓർമ്മിക്കുക, ഈ പോരാട്ടത്തിന്റെ ഓരോ നിമിഷവുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സെമി ഫൈനലിൽ ജയിച്ച് ഫൈനലിലേക്ക് കടക്കുക അർജന്റീനയോ ഇംഗ്ലണ്ടോ? നിങ്ങളുടെ പ്രവചനം കമന്റിൽ രേഖപ്പെടുത്തും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം ലോക ഫുട്ബോളിലെ മറ്റൊരു ചരിത്ര അധ്യായം എഴുതപ്പെടാൻ ഇനി മണിക്കൂറുകൾ മാത്രം.